ഹേ ഹേ ആരും പണിക്കണേ ഇത് ഞാൻ നിങ്ങളെ ജാസി. സോ ഇന്നുണ്ടല്ല ക്ലീനിങ് പരിപാടിയെല്ലാം ഉണ്ട് കേട്ടോ. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടായത് കൊണ്ട് ക്ലീനിങ് പരിപാടി അവിടെ ബാക്കിയായിട്ടുണ്ട്. അങ്ങനെ ഇതാ നേരെ ഫാൻ ക്ലീൻ ആക്കാൻ പോയിട്ടുള്ളത് കേട്ടോ. നമ്മൾ വാളിൻ്റെ ഒരു സൈഡ് കണ്ട ഫുള്ള് വെള്ളം നിന്നിട്ട് അവിടെ ഇങ്ങനെ തന്നെ പൊട്ടി പൊട്ടിട്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ വാൾ കുറച്ച് എന്തല്ലോ അൽക്കലത്തെ സാധനം ഡ്രോയിങ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. മുമ്പ് എൻ്റെ റൂം ഇതായിരുന്നു കേട്ടോ, താഴെ ഉണ്ടായ റൂം. ഇപ്പോൾ ചെമ്മുള്ളത്. സോ എന്താ പറയല്, ഫാനും മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കിയിട്ട് എടുത്ത് താഴെ എല്ലാ സ്ഥലത്തു നിന്ന് എടുത്തിട്ടുണ്ട്. താഴത്തെ റൂം അതേത്തെല്ലാം സിറ്റ് ഔട്ടും മറന്നുപോയി. പിന്നെ അതേ കണക്ക് ബയ്യെടുക്കാന്ന് പറഞ്ഞിട്ട് ബാക്കി പണിയിൽ ബിസി ചെയ്തുകൊണ്ട് അതിതായി. പിന്നെ മുകളിലത്തേത് എടുത്തിട്ടാണ്, മുകളിലത്തെ റൂമിലത്തെ ഇത് എടുത്തിട്ടാട്ടോ, ഫാനിൻ്റെ വണ്ണമലൊന്നും എടുത്തിട്ട് താഴെ ഫുള്ള് സെറ്റാക്കി. പിന്നെ ഇതാ അതിനിടയിലുണ്ടല്ലോ ഞാൻ ഈ ഇതെന്ത് ഏണീനെ ഞാൻ ഇങ്ങനെ വലിച്ചുകൊണ്ട് വന്ന് അപ്പോഴത്തേക്ക് ആ മോള് നിൽക്കുന്നതിൻ്റെ സാധനം കണ്ട അതിന് ഫുള്ള് വെള്ളമുണ്ടായിന്. ഒരു തുണിയിൽ ഫുള്ള് ക്ലീൻ ആക്കിയിട്ട് മറ്റേ തുണിയിൽ ഇങ്ങനെ ചണ്ടിയൊക്കെ തോത്തുന്നുണ്ടായതാ. അപ്പോഴത്തെ അതങ്ങനെ തന്നെ മറന്നു. പിന്നെ രണ്ടാമത്തെ പണി ഇത് ഫുള്ള് എടുത്ത് മഫിട്ട് ഇതാ ബാക്കിൽ പോകുന്ന ചെക്കൻ ഉണ്ടാവും ഒരു പണി ഒപ്പിക്കാൻ ഒരു സാധനം കൊണ്ടുവരുന്നുണ്ട് കിച്ചണിൽ ഹാളിലേക്ക് കിച്ചണിലേക്ക്. എൻ്റെ പൊന്നെ ഓൻ്റെ ബാക്കിലൊന്നെങ്കിൽ ഇതിൻ്റെ ബാക്കിലൊന്ന്. പിന്നെ അങ്ങനെ എന്താ പറയല്ലേ, മഫ കൊണ്ട് എല്ലാം വെള്ളം ഫുള്ളുണ്ടായിരുന്നു. പുഴ കണിക്കാൻ ഫുള്ളായി പോയി. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഇത് ഇത്ര വെള്ളം ഉണ്ടായിരുന്നു, പാത്രം ചെറുതല്ല വെള്ളം നല്ല കൊണ്ടുണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ വീണ്ടും അതേ കണിക്ക് ആക്കാൻ പോയിട്ടുണ്ടായിട്ടാ. പിന്നെ പെട്ടെന്ന് ഓർമ്മയായിട്ട് അതിന് സൈഡിൽ വെച്ചിട്ട് പിന്നെ എന്താ പറയല്ലേ, മറ്റേ ഡൈനിങ് ഹാളത്തെ ഫാൻ ക്ലീൻ ആക്കാൻ വന്നിട്ടുണ്ടായിന്. ഇല്ലെങ്കിൽ എന്താ പറയല്ലേ, ഇക്കനോട് പറഞ്ഞ് ശരിക്കും പറഞ്ഞിങ്ങനെയുള്ള ബേജാറായി പോയിട്ടാ. എന്താ വെച്ചെങ്കിൽ ഒരാഴ്ച മുമ്പേ പറഞ്ഞു ഇക്ക ഒന്ന് ഫാന് ക്ലീനാക്കി തായ്ക്ക എന്നുള്ള പറഞ്ഞിട്ട്. അപ്പോൾ ബേന ഉണ്ടായത്. ഇപ്പം ഞാൻ തന്നെ ആക്കേണ്ടി വന്നു. അപ്പം ഇക്ക കയറുമ്പോൾ നോക്കണം, വീടൊക്കെ ഉണ്ടോ, കയറുമ്പോൾ നോക്കണം. അപ്പം ഞാൻ പറഞ്ഞു അന്നേ നിങ്ങളോട് ക്ലീനാക്കി തന്നത് ക്ലീനാക്കാൻ പറഞ്ഞതല്ല, അപ്പം ഞാൻ ആക്കി തന്നിട്ടുണ്ടെങ്കിൽ ഇത്രയല്ല നിങ്ങൾക്ക് പറയണമായിരുന്നു. അപ്പം ഒരു ചിരി, ആഹാ അത് മനസ്സിലായി, ഇത് ആക്കി ചിരിച്ചതെന്ന് മനസ്സിലായി. പിന്നെ എന്താ അറിയാലേ, ഫാന് ഫുള്ള് ക്ലീനാക്കി. അതിനിടയിൽ ഉമ്മാൻ്റെ ഉണ്ടല്ലോ കൊണ്ടുവന്ന് ഇറച്ചിക്കറി എല്ലാം റെഡിയാകുന്നുണ്ട് കേട്ടോ. ബീഫ് ഫുള്ള് സുക്ക കണിക്കാക്കും, ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് നല്ല ഡീപ്പ് ഫ്രൈ ആക്കിയിട്ട് ഇതൊക്കെ. അതുകൊണ്ട് രാവിലെ 6 മണിക്ക് ഉമ്മ അതിൻ്റെ ബാക്കിലുള്ളത് കേട്ടോ. സോ അതുകൊണ്ട് ഉമ്മക്ക് എന്താ പറയല് ഇങ്ങോട്ട് ഇന്ന് വരാനുള്ള സമയമില്ല. പിന്നെ ഉച്ചത്തിൻ്റെ ഫുഡ് ഇതെല്ലാം ഉമ്മാണ് പ്രിപ്പറേഷൻ ആക്കുന്നത്. സോ ഇല്ലെങ്കിൽ ഞാൻ ആടെ ഇത് ഇരുന്നിട്ട് ഇങ്ങനെ ഇതാക്കിക്കൊണ്ടുണ്ടാവും കേട്ടോ. സോ എന്താ പറയല്, ഇത് എനിക്ക് ഉള്ളി മാത്രം വാട്ടാൻ കിട്ടിയത്, ബാക്കിയെല്ലാം ഉമ്മാക്കി. ചിക്കൻ ഫ്രൈ ഇതെല്ലാം ഉമ്മന്നാക്കിയത് കേട്ടോ. അപ്പോൾ രാവിലെ തുടങ്ങിന്. അതുകൊണ്ട് ഞാനെനിക്ക് ഈ പണി കിട്ടി, ഉമ്മക്ക് ആ പണി കിട്ടി. പിന്നെ ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് ജുബിം എത്തിയത് കേട്ടോ. പിന്നെ നമ്മ എല്ലാവരും കൂടിച്ച് ഒന്നിച്ചിട്ട് ബേബിയും പണി തീർത്ത്. പിന്നെ എന്താ പറയല്ലേ, ആ ഫാനെല്ലാം ക്ലീൻ ആക്കിയ ശേഷം നേരെ അടിച്ച് വാരാൻ പോയിട്ട് അടിച്ചിട്ട് തോർത്താൻ പോയി. പിന്നെ എന്താ പറയലേ, ദിവസം അടിച്ചിട്ട് വാരുന്നത് ഏടുന്നുണ്ട് ഇങ്ങനത്തെ കാട്ടം വരുന്നത്. മടുത്തെന്ന് പറഞ്ഞാൽ ദിവസം അടിക്കും. പക്ഷെ രാവിലെ ആകുമ്പോഴത്തേക്ക് അതേ കാണിക്കുക. എൻ്റെ പൊന്നെ, ഇത് ഇപ്പോൾ ഉള്ള കാട്ടം കണ്ട അതിപ്പോൾ ഞാൻ ആ ബക്കറ്റ് കൊണ്ടുപോയിന അതിൻ്റെ ഫുള്ള് കാട്ടോട്ട ഇവിടെ വന്നിട്ട് ഫുള്ള് ഇതാക്കിയിട്ട് പോയിട്ടുണ്ടായത്. ഇല്ലെങ്കിൽ ഇത്രയൊന്നും ഉണ്ടായില്ല, കുറച്ച് ഉണ്ടായാലേ. പിന്നെ ഈ മാച്ചിൻ്റെ അവസ്ഥ കണ്ട, ഇത് ബെല്ല മാച്ച ഉണ്ടായത് കേട്ടോ. ഇപ്പോൾ ബെല്ല മാച്ചിന് പക്ഷെ ഭയങ്കര തടി ഉണ്ടായ മാച്ച അതിൻ്റെ ഉണ്ടാക്കിയത് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് പൊന്തുന്നില്ല എന്ന് എത്രക്കുണ്ട്. ഇപ്പോൾ മാച്ചിക്കെല്ലാം ഭയങ്കര റേറ്റ് കേട്ടോ. പക്ഷേ ഈ എന്താ പറയുക, ഈ മാച്ചിക്ക് നമ്മൾ 100 രൂപ അങ്ങനെ എന്തോ കൊടുത്തിട്ടുള്ളത്. ഭയങ്കര തടിയില്ല മാച്ചിട്ട് നല്ല രസമുണ്ട്. പക്ഷേ എനിക്ക് പൊന്നുന്നില്ല എന്നേ പറയാൻ കഴിയും. എന്താ വെച്ചെങ്കിൽ അത്ര വലുതുണ്ട്, അടിക്കാൻ നല്ല സുഖം, കാണാനും നല്ല നീറ്റുണ്ടായിന്. പിന്നെ അതിനെ ഞാൻ 2 ഡിവൈഡ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ബാക്ക് മുറ്റടിച്ചിട്ട് നേരെ ഫ്രണ്ട് സൈഡ് മുറ്റടിക്കാൻ വന്നിട്ടുള്ളത്. ഇല്ലെങ്കിലുണ്ടല്ലോ ഇങ്ങനെ ദിവസം 2 ദിവസത്തിന് മുറ്റടിക്കുന്നുണ്ടായത് കേട്ടോ. ഇപ്പം എന്ത് പറയലേ, ഇക്ക വന്നേ പിന്നെ ഒരു 5-6 ഇട്ടേ മുറ്റം തൊട്ടിട്ടു. പിന്നെ മുറ്റം തൊടാൻ സമയമില്ല. സമയം ഉണ്ടെങ്കിൽ തൊടാനൊന്നും മൂടില്ല. ഇല്ലെങ്കിൽ ഇക്ക ഹെൽപ്പാക്കി തരുന്നുണ്ടായിട്ടാ. മുറ്റെല്ലാം അടിക്കുമ്പോഴത്തേക്ക് ഇക്കം ഹെൽപ്പാക്കും അങ്ങോട്ടുനിന്ന്. പിന്നെ എന്താ ഇക്ക അപ്പോഴത്തേക്ക് രാവിലെ ഇടുന്ന് പോയിട്ടാ, എന്തെല്ലോ ഇക്കൊക്കെ പണി ബാക്കിയുണ്ടായിന്. സോ അതാ ഇപ്പാനും കിട്ടിയത്. പിന്നെ ഇക്കാനൊക്കെ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് ഒരു സുലൈമാനെല്ലാം വെച്ച് കൊടുത്ത്. പിന്നെ എന്താ പറയുക, ഇപ്പോൾ ശരിക്കും ഇങ്ങനെ കാണുമ്പോൾ ബേജാറാണ് കേട്ടോ. ഇക്കാടില്ലതല്ല ശരിക്കും എന്താ നല്ല മിസ്സാകുന്നുണ്ട്. ഇല്ലെങ്കിൽ എൻ്റെ ബാക്കിലേ ഉണ്ടാവും, എവിടെ പോയെങ്കിൽ എൻ്റെ ബാക്കിലുണ്ടാവും. സോ അത് ഭയങ്കരമായിട്ട് മിസ്സാകുന്നുണ്ട്.
പിന്നെ ദഹായാനുണ്ടല്ലോ അപ്പോഴത്തേക്ക് കാറ് അവിടെ ബാക്കിയായി കേട്ടോ. കാർ പെട്രോൾ ഇല്ലാതെ തീർന്നൊരു ബാക്കിയായി. അതുകൊണ്ട് ഇവിടെ കുപ്പിയെല്ലാം പറക്കിയിട്ട് കൊണ്ടുവച്ച് ഇതാക്കുന്നില്ലത്. അതിപ്പോൾ വിട്ടിട്ട് പോയ സങ്കടം കേട്ടോ, കൂട്ടിച്ചവനെ. അതുകൊണ്ട് ബേജാറിൽ കരഞ്ഞുകൊണ്ട് വന്നത്. പിന്നെ എനിക്കുള്ള പണി കിട്ടിയല്ലേ ഗൈസ്, കിച്ചണത്തെ പണി കിട്ടി. അത് ഞാൻ പറഞ്ഞതല്ലേ ഉമ്മ ഉച്ചക്കലത്തെ ഫുഡ് ഉമ്മാക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അതിനുള്ള കട്ടിങ് എല്ലാം ഞാൻ ആക്കുന്നുള്ളത് കേട്ടോ. ഉള്ളിൻ്റെ തൊലി ജുബിമ കളഞ്ഞു വന്ന്. പിന്നെ ഇങ്ങനെ മുറിക്കേണ്ട പണി എനിക്കുള്ളത് കേട്ടോ. ഇത് എനിക്കിഷ്ടമല്ല, പക്ഷേ ഈ സംഭവം എനിക്ക് മാത്രമേ കിട്ടും. എന്താ വെച്ചെങ്കിൽ ഉമ്മാക്ക് ഇതിൽ പറ്റിയില്ല, ഉമ്മക്ക് കത്തിക്കൊണ്ട് പറ്റും. അപ്പോൾ കുറേ ലേറ്റ് ആവും. അത് കഴിഞ്ഞിട്ടാകുമ്പോഴത്തേക്ക് ഉമ്മ ഇറച്ചി സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. 2 പാക്ക് ഉണ്ടായിന്, ഒരു പാക്ക് ഉമ്മ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു കട്ട് ചെയ്ത്. അപ്പോൾ ഇങ്ങനെ ഇല വാട്ടിച്ചെടുത്ത് അതിന് താഴെ പേപ്പറെല്ലാം പിരിച്ച് സെറ്റപ്പിലിട്ടാം. ഇതെന്താ വെച്ചെങ്കിൽ ഇന്നലെ ആക്കേണ്ട സംഭവം, ഫ്രിഡ്ജിൽ വെച്ച് നല്ല കട്ടിയാക്കേണ്ട സംഭവം. എന്താക്കിയെന്ന് വെച്ചെങ്കിൽ ഇന്നലെ ഇറച്ചി കൊണ്ടുവരാൻ മറന്നുപോയി. അതുകൊണ്ട് ഇന്ന് രാവിലെ പോയിട്ട് ഉപ്പ കൊണ്ടുവന്ന് ഇക്കാനെ വെയിറ്റ് ആക്കാൻ കഴിയില്ലാന്ന് പറഞ്ഞിട്ട്. എന്ന് വെച്ചെങ്കിൽ ഇത് ഫ്രീസ് ആവണമല്ല, സോ അതിന് നല്ല പാങ്ങിൽ പാക്കാക്കിയിട്ട് വെക്കണം. അതുകൊണ്ട് ഉമ്മ പറഞ്ഞ് ഇത് ഇതിനുള്ളിൽ ഇട്ടിട്ട് നല്ല പാങ്ങിൽ മൂടിത്താണ്. അപ്പോഴത്തേക്കാണ് കാറ്റ് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് നിറഞ്ഞു നിൽക്കുന്നത്. പിന്നെ എന്തൊക്കെ വീണ്ടും അയച്ച് അതിൻ്റെ ഇതെല്ലാം സിബെല്ലാം എടുത്ത് പിന്നെ കാറ്റെല്ലാം പുറത്തൊക്കെ ഇട്ട് മുമ്പ് ഇങ്ങനെ പേപ്പറിൽ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു എന്തെങ്കിലും ഒന്ന് ആക്കിയിട്ട് ഇങ്ങനെ പാക്കാക്കൂട്ടെ. ഇപ്പം ഈ കവർ കിട്ടിയത് കൊണ്ട് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട്. വേറെ ഒന്നും പണി എടുക്കണ്ടല്ല, ഇതിനുള്ളിൽ ഇട്ടിട്ട് ഇങ്ങനെ കാറ്റ് പുറത്തൊക്കെ ഇട്ടിട്ട് സിബ് ഇങ്ങനെ ക്ലോസ് ആക്കിയാൽ മതി, അത്രയേ ഉള്ളൂ. അത് നമ്മൾ ലാസ്റ്റ് അച്ചക്ക് പോകുമ്പോഴത്തേക്ക് അതെന്തോ വാങ്ങിയത് കേട്ടോ. ഈ സംഭവം നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഉമ്മാൻ്റെ ചിക്കൻ ഫ്രൈ സെറ്റാണെന്നുള്ളത്. അപ്പോഴത്തേക്ക് ഉമ്മ ഉള്ളി വാട്ടിക്കൊണ്ടുണ്ടായിരുന്നു ഇട്ട. പിന്നെ ഞാൻ അവിടെ ഇരുന്ന് ഫ്രൈ എല്ലാം ആക്കി നേരെ മുകളിൽ വന്ന്. എനിക്കിഷ്ടമില്ലാത്ത സംഭവം ഈ എപ്പോഴും മടിക്കി വെക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല, പക്ഷേ ഇത് ഏറ്റവും ഇഷ്ടമില്ല കേട്ടോ. ഇത് സങ്കടം കരച്ചിലും എല്ലാം ഒന്നിച്ചിട്ട് വരും. അത്രയും സങ്കടം വരും. എന്ന് വെച്ചെങ്കിൽ ഇക്കാനെ കൊണ്ടുവന്ന പാക്കിങ് ഇട്ടാൽ കുറേ നേരം കരഞ്ഞ്, കുറേ നേരം ഇരുന്ന്, കുറേ നേരം എന്തെല്ലോ കളിച്ച്. ഈ ഡ്രസ്സ് മടക്കി വെക്കാൻ എനിക്ക് എന്തെങ്കിലും ഒരു 2 hour എടുത്തിന് കേട്ടോ. ഒരു 10-15 ഡ്രസ്സ് ഉണ്ടായത്, പക്ഷെ അത് എനിക്ക് മടക്കി വെക്കാനുണ്ടായ ടാസ്ക് ഉണ്ടല്ലോ എൻ്റെ പഠിച്ചോനെ. അത് എങ്ങനെ ഡ്രസ്സ് മടക്കി വെക്കാൻ കഴിയുന്നില്ല. ഡ്രസ്സ് മടക്കി വെച്ച് പിന്നെ മടക്കിയ ഡ്രസ്സിന് തന്നെ മടക്കുന്നത്, പിന്നെ വേറെ ഡ്രസ്സ് എടുക്കുന്നത്, അത് പിന്നെ മടക്കി വെക്കുന്നത്. പക്ഷെ കോമഡി എന്താണെന്നറിയോ, ഫസ്റ്റ് എല്ലാം ബില്ലെടുത്തിട്ട് എല്ലാം നല്ല പാങ്ങിൽ സെറ്റാക്കി മടക്കി വെച്ച്. വയ്യ അറിഞ്ഞത് ഇസ്തിരി ഇട്ടിട്ടാന്ന് പറഞ്ഞിട്ട് വീണ്ടും നല്ല പാങ്ങിൽ മടക്കി വെച്ചത്. പിന്നെ എന്തെന്നറിയില്ല, കിളിപ്പോയ സംഭവം ഉണ്ടായത് കേട്ടോ. ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമില്ല. ഇല്ലെങ്കിൽ ഇക്കെങ്കിലും ഉണ്ടാക്കുന്നുണ്ട്, ഇത് ഇക്ക എവിടെയോ പോയി. ഇക്ക ഫുള്ള് ബിസിയായി. ഓട്ടോ ഓടി കാണുമ്പോൾ ബേജാറാന്നുണ്ടായിന് കേട്ടോ. രാവിലെ തൊട്ട് പെരക്കില്ലേ ഇല്ല. പിന്നെ എന്താ അറിയാലേ, ഒറ്റക്കന്നെ ഉണ്ടായത് കൊണ്ട് കേട്ടോ ഇത്ര ഭയങ്കര ഇതായിട്ടുള്ളത്. എന്ന് വെച്ചെങ്കിൽ ഇക്കനെ അപ്പുറം ഇപ്പുറം ഓടിയിട്ടിപ്പോൾ ഞാനിക്കോട് പറഞ്ഞു പോകുന്ന പറഞ്ഞു 1 hour നല്ല ഭയങ്കര ഉറങ്ങിയിട്ട് പോകുന്ന പറഞ്ഞിട്ട് സമയം ഇക്കില്ല കേട്ടോ. സോ പിന്നെ ഞാനിങ്ങനെ ഈ ഒരു ബില്ലെടുക്കാൻ എനിക്ക് എത്ര സമയമായി എന്നറിയാം. ഇത് ബാക്കിയെല്ലാം ഞാൻ ഇങ്ങനെ കട്ടാക്കിയിട്ട് എടുത്തിട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ എന്താ പറയാനുള്ളത്, എന്ന അവസ്ഥ തന്നെയാണ് നിങ്ങൾക്കും ഉള്ളത്. എന്താ പറയുക, ഒരു 2-3 ഇല്ലെങ്കിൽ ഉണ്ടല്ല ഇക്ക ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് വേഗം മടക്കിയിട്ട് അങ്ങനെ ഞാൻ എടുത്ത് വെക്കുന്നത്. പക്ഷെ ഈ മടക്കിയ വെക്കൽ ഭയങ്കര ഒരു ടാസ്ക് ഉണ്ടായത് കേട്ടോ. ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര എപ്പോഴും വരുന്നേക്കാൾ ഭയങ്കര ഡിഫറൻസ് ഇട്ടായിക്ക. എന്താ വെച്ചെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് പറയലേ, ഇത്ര ക്ലോസ് ഉണ്ടാക്കില്ല, ഭയങ്കര ക്ലോസിലുണ്ടായത് കേട്ടോ. ഇക്ക ഇല്ലെങ്കിലേ എൻ്റെ ബാക്കിലേ വരും. ഇതൊന്നാമത് നമ്മൾ പെരക്കന്നായിട്ടാ ഇക്ക പോകുന്നവരെ എന്താ പറയലേ, അധികം നമ്മൾ പെരക്കന്നെ ഉണ്ടായത്. പിന്നെ മംഗലം ഇങ്ങനത്തെ ചെറിയ പരിപാടി ഉണ്ടെങ്കിലും അതിൻ്റെ കൂടെ തന്നെ കേട്ടോ. കൂടെ എന്ന് പറഞ്ഞെങ്കിൽ പിടിച്ച് പോകുന്നില്ല, ഒന്നും ആക്കുന്നില്ല. സോ അതുകൊണ്ട് എന്താ പറയാലും ഭയങ്കരമായിട്ട് മിസ്സാണ്. ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് തിരിയുന്നില്ല ഗൈസ്. പിന്നെ വീണ്ടും മടക്കി വെച്ചതെല്ലാം ഇട്ടിട്ട് ആണെന്ന് തന്നെ ഇസ്തിരി ഇട്ടിട്ടാ. എനിക്ക് എന്തായതെന്നറിയില്ല. ആ ബെഡ് മെന്നെ ഒരു ഇത് പിരിച്ചിട്ട് അടുത്തൊക്കെ തന്നെ ഇസ്തിരി ഇട്ട്. ഇനി എൻ്റെ കിളി പോയതാ, എനിക്കൊന്ന് തിരിഞ്ഞിട്ടാ ഞാൻ തായാണ് ഇസ്തിരി ഇടുന്നത്. ഞാൻ ചുമ്മുവിനോട് ഇസ്തിരി പൊട്ടും മുകളിൽ കൊണ്ടുവന്നിട്ട് അവിടെ ഇരുന്നിടത്തൊക്കെ തന്നെ ഞാൻ
അത് ഇസ്തിരി ഇട്ട നേരമായിട്ടാ ഒന്നുമില്ല കേട്ടോ. പക്ഷെ ഇക്ക പറഞ്ഞ് മതി, കുറേ ഒന്നും ഇസ്തിരി ഇടണ്ട, 2-3 ഷർട്ടിനെ മാത്രം ഇട്ടിട്ട് വെച്ചാൽ മതി എന്ന്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂളായിട്ട് എടുത്തിട്ട് ഞാൻ പിന്നെ എന്താ ഇതിൻ്റെ ഇതാക്കുന്നില്ല ഇത് കേട്ടോ. ഇക്ക കൊണ്ടുവന്നൊരു ബാഗ് ഉണ്ടായിന്, അത് ജസ്റ്റ് ഇതായിട്ടാ പെട്ടെന്ന് പോയിട്ട് വാങ്ങിയിട്ട് കൊണ്ടുവന്ന് ചെറിയൊരു ബാഗ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. സോ ഈ ഡ്രസ്സെല്ലാം പിടിക്കുമെന്ന് ഒരു ഐഡിയ ഇല്ല, ഇങ്ങനെ വെച്ചുകൊണ്ട് പോകുന്നില്ല ഇത് കേട്ടോ. അല്ലെങ്കിൽ ട്രോളി ഉണ്ടാക്കുന്നുണ്ട്, ട്രോളി എന്തോ മിസ്സായിട്ട് കൊണ്ടുവന്നിട്ടാ. സോ അതുകൊണ്ട് ആടുന്ന ഒരു ബാഗ് കൊണ്ടുവന്ന് ഇടത്തൊക്കെ ഈടെ എത്തുമ്പോഴത്തേക്ക് അത് ഫുൾ ഡാമേജായി. പിന്നെ അതിൽ ഫുള്ള് ഡ്രസ്സ് പിടിച്ചിന് കേട്ടോ. ചെറുത് കാണുന്ന മാത്രം എത്ര ഡ്രസ്സ് എല്ലാം അതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു കുഞ്ഞ് ഡയറി ഉണ്ട് കേട്ടോ. സോ അതിൽ ഞാൻ ലെറ്റർ എഴുതിയിട്ട് വെക്കുന്നില്ലത് ഞാനിങ്ങനെ ചിന്തിച്ചിട്ട് ഇക്കാക്ക് അറിയില്ല ഞാൻ എഴുതുന്നില്ലതൊന്നും അറിയില്ല. സോ ഇങ്ങനെ ഇരുന്ന് എൻ്റെ പ്ലാൻ എന്താ വെച്ചെങ്കിൽ ഇക്ക ഫ്ലൈറ്റിൽ കയറിച്ച് മുകളെത്തുമ്പോഴത്തേക്ക് വായിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ എന്താക്കി ഇക്കനോട് പറയാതെ ഉണ്ടായിന്. ഭയ്യ എന്താ അറിയില്ല, ആടെ ഫ്ലൈറ്റിൻ്റെ മുകളിലെത്തി ഞാനെങ്ങനെ പറയല്, മെസ്സേജ് ഒന്നും കാണില്ലല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഉറപ്പായി എന്തെങ്കിലും ഫ്ലൈറ്റിൽ കയറിയിട്ട് ഫ്ലൈറ്റ് വിടാനാകുമ്പോഴത്തേക്ക് എനിക്ക് ഒരു കോൾ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്താക്കി കോളാക്കുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇക്ക അതിലൊരു ലെറ്റർ ഉണ്ട് പേഴ്സിൽ, അത് ഇപ്പോൾ വായിക്കണം, മുകളിലെത്തിയ പാട് വായിച്ചാൽ മതിയെന്ന്. ഇതിൽ നമ്മളെ കുറച്ച് ഡ്രീംസും അതേക്ക് എനിക്ക് കുറച്ച് സക്സസ് ആവുന്ന ഒരു എന്തെല്ലോ കുറച്ച് മനസ്സിലില്ല ഇതെല്ലാം. എന്താ വെച്ചെങ്കിൽ ആൾ നല്ല ബേജാറിൽ പോയത്. സോ എല്ലാം ടോട്ടലായിട്ട് ആ ബേജാറ് പോട്ടെന്ന് പറഞ്ഞിട്ടുള്ള ഈ 2 പേജിലുണ്ടല്ലോ അത്രയും വാല്യൂ ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് എല്ലാം ആഡാക്കിയിട്ട് എഴുതിയിട്ടുള്ളത് കേട്ടോ. സോ എന്താ പറയുക, നമ്മളെ പ്ലാനും അങ്ങനത്തെ കുറച്ച് അത് വായിച്ചിട്ട് ശരിക്കും എനിക്കൊക്കെ ഹാപ്പി ആയിട്ടാണ്. എനിക്ക് ഇത് അടുത്തിട്ടാകുമ്പോഴത്തേക്ക് പറഞ്ഞ് എൻ്റെ പൊന്നെ ഞാൻ ഉണ്ടല്ലോ ശരിക്കും കിളി പോയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ലെറ്റർ വായിച്ചതോടെ ഞാൻ ഫുള്ള് ഇല്ലെങ്കിൽ എൻ്റെ ഹെയറിൽ പോകുന്നില്ലത്. സോ ഭയങ്കരമായിട്ട് ഹാപ്പി ആയെന്ന് പറഞ്ഞ്. സോ നമ്മൾ ഈ ചെറിയൊരു സംഭവമായിരിക്കും ഈ ലെറ്ററെല്ലാം എഴുതി കൊടുക്കുന്നത്, പക്ഷെ അത് ഭയങ്കര ഒരു വാല്യൂ ഉള്ള സംഭവം കേട്ടോ. അതിൽ നമുക്ക് ഈ മെസ്സേജ് ഇപ്പം സിമ്പിളായിട്ട് ഒരു മെസ്സേജൊക്കെ ഈ മെസ്സേജ് ആക്കുന്നേക്കാളും ഇങ്ങനെ കുറച്ച് ക്യൂട്ടായിട്ട് എന്തെങ്കിലും എഴുതിയിട്ട് നമ്മുടെ മനസ്സിലുള്ളതെല്ലാം എഴുതിയിട്ട് ഹാപ്പിനെസ് കൊടുക്കുന്നുണ്ടോ, അത് വേറെ തന്നെ കേട്ടോ. സോ എനിക്ക് ഇങ്ങനത്തെ കുറച്ച് പ്രാന്തെല്ലാം ഉണ്ട്. പിന്നെ എന്താ പറയുക, അങ്ങനെ ഈ റൂമ് ഫുള്ള് ക്ലീനാക്കി കണ്ട് ഡ്രസ്സെല്ലാം മടക്കി വെച്ച് എൻ്റെ പൊന്നെ താഴെ പോകുമ്പോഴത്തേക്ക് എല്ലാ സാധനം എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഫുഡ് റെഡി ആയിട്ടുണ്ടായിന്. പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാനിരുന്ന് അപ്പോഴത്തേക്ക് ചെക്കൻ എൻ്റെ പൊന്നെ ഇക്കനെ വിടുന്നുണ്ടായിട്ടാ. ഇക്കക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. ഓനിക്ക് ബയ്യത്താൻ ഇല്ലെങ്കിലേ ബയ്യത്തുന്നില്ല, തല്ലുന്ന തീരെ ഇല്ല. ഓൻ പറഞ്ഞത് എങ്ങനെ പറയുന്നത് അതേ കണക്ക് കേൾക്കും. പക്ഷെ ഞാൻ നേരെ ഓപ്പോസിറ്റ് ഇടാം. ഞാൻ ഓന് പറഞ്ഞത് ഒരു സംഭവം ഞാൻ ആക്കി കൊടുക്കില്ല. അത് വാങ്ങി തരാമെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ വാങ്ങി കൊടുക്കില്ല. അത് വാങ്ങി കൊടുത്തെങ്കിൽ കുറേ കഴിഞ്ഞ് 1 വീക്ക് അങ്ങനെ കഴിഞ്ഞിട്ടേ ഞാൻ ചെയ്യൂ കേട്ടോ. ഓൻ പറഞ്ഞ ഞാൻ ചെയ്യില്ല. പക്ഷെ ഇക്ക നേരെ ഓപ്പോസിറ്റ്, ഓൻ പറഞ്ഞ സെക്കൻഡ് കൊണ്ട് ഓന് അപ്പനെ ചെയ്ത് കൊടുക്കും. അതാണ് എൻ്റെ ഇക്ക. എന്തെന്നറിയില്ല. പിന്നെ കുറച്ച് നേരം എന്താ പറയുക ചോറെല്ലാം കഴിച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ കഥയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല കേട്ടോ. എന്താ പറയല്, ഇക്കതിന് എന്താ പറയല് ഫ്രഷ് എല്ലാം ആയിട്ട് പോകാൻ നിൽക്കുന്നില്ലത്. ഇനി പാക്കിങ് കാര്യമെല്ലാം ഉണ്ട്, അത് നെക്സ്റ്റ് വ്ളോഗിൽ ആഡ് ആക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ